റളിയല്ലാഹു തആല അൻഹ തന്റെ വീട്ടിലേക്ക് കൊണ്ടുപോയിരിക്കുമ്പോ മദീന മുഴുവൻ തന്നെ കുറിച്ച് അപവാദം പടർന്നു പന്തലിക്കുന്നെന്ന് തിരിച്ചറിഞ്ഞപ്പോ കൗമാരക്കാരിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹ ആ പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ചെയ്ത ജോലിയേടെന്നറിയോ? തന്റെ നിരപരാധിത്വം തെളിയിച്ചുകൊണ്ട് ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇടലല്ലോ, വാട്സപ്പിൽ ലൈവിൽ വരലല്ലോ, ഫേസ്ബുക്കിൽ ലൈവുകൾ വരലല്ലോ. ഇന്ന് ഏതെങ്കിലും ഒരു കാര്യം ആരോപിക്കപ്പെട്ടാൽ അത് ഞാനല്ല എന്ന് പറയാൻ ലൈവിൽ വരാറുണ്ട്, ഫേസ്ബുക്കില് വാട്സപ്പില് വോയിസ് ക്ലിപ്പുകൾ ഇടാറുണ്ട്. പെങ്ങളെ, നിന്നെ പോലൊരു പെണ്ണിനെ അപവാദ പ്രചരണം നടത്തിയപ്പോ മഹതിയായ ആയിഷത്തു സിദ്ദീഖ ഉമ്മുന ആയിഷത്തു സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹ ചെയ്തത് എനിക്കാരും വേണ്ട, എനിക്കൊരാളോടും പരാതിയില്ല. എന്റെ കണ്ണ് നിറഞ്ഞാൽ കേൾക്കുന്ന റബ്ബില്ലേ, എന്റെ ഹൃദയം പതറിയാൽ എനിക്ക് സമാശ്വാസം നൽകുന്ന എന്റെ അള്ളയില്ലേ, അവൻ എന്റെ കണ്ണ് നിരമ്പിന്റെ തൊട്ടടുത്തിരിപ്പില്ലേ. ഇനി ആരോടാണ് ഞാൻ ആവരാടി പറയേണ്ടത്? പാതിരാ സമയത്ത് തന്റെ കൊച്ചു കുടിലിന്റെ ഉള്ളിൽ കയറി നിസ്കാരപ്പാലിരുന്ന് പൊട്ടിക്കരഞ്ഞുവല്ലോ ഒരു പെൺകുട്ടി. സഹോദരി, ആ പെൺകുട്ടി കരഞ്ഞ് കവിൾ തടത്തിലൂടെ കണ്ണുനീര് തടം തല്ലിയാ തുടങ്ങി നിസ്കാരപ്പായ കണ്ണീരിൽ കുതിർന്നപ്പോ ആയിഷ റളിയല്ലാഹു തആല ചെയ്തതെന്തെന്നറിയോ? ആ നിസ്കാരപ്പായിരുന്നിട്ട് സമാധാനം നഷ്ടപ്പെട്ടു പോയപ്പോ പടച്ച റബ്ബിനോട് ദിക്ർ ചെയ്യലല്ലേ, ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ. ആയിഷ റളിയല്ലാഹു തആല എന്ന ആരംഭം നഷ്ടപ്പെട്ടു പോയ, അവരംഭം നഷ്ടപ്പെട്ടു പോയ തന്റെ നിരപരാധിത്വം തെളിയിക്കാൻ ഒരു വടി മിന്നാടം മനസ്സ് അസമാധാനത്തിന്റെ കൂട് കെട്ടിയപ്പോ തന്റെ ഭർത്താവിന്റെ അനുചരന്മാരടക്കമുള്ള സഹാബത്തുകൾ പോലും ആയിഷ റളിയല്ലാഹു അൻഹയെ കുറ്റപ്പെടുത്തിയപ്പോ എല്ലാവരും കൈവിട്ട് കഴിഞ്ഞപ്പോ ആയിഷ റളിയല്ലാഹു തആല അഭയം തേടിയത് എവിടെയാ? അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഹൃദയത്തിന്റെ ഉള്ളിലേക്ക് പടച്ചറപ്പിനെ സാന്നിധ്യം കൊടുത്ത് നിസ്കാരപ്പായിലിരുന്നിട്ട് ദുആ ചെയ്തില്ലയോ? ഹസ്ബുനല്ലാഹു നിഅമൽ വകീൽ, നിഅമൽ മൗലാ വനിഅമൻ നസീർ. അല്ലാഹുവേ ഹസ്ബുനല്ലാഹ്, എനിക്കെന്റെ റബ്ബ് മതി, എനിക്കെന്റെ അല്ലാഹു മതി. അവനല്ലാതെ എന്റെ ഹൃദയത്തിന്റെ വേദന അറിയുന്നവൻ മറ്റാരുമില്ല. സഹോദരി, ആ പ്രിയപ്പെട്ട സഹോദരിയുടെ കൽബിൽ നിന്ന് ദിക്ർ വന്നപ്പോ ആകാശ ലോകത്തുനിന്ന് അല്ലാഹുവിന്റെ ആയാത്തുകൾ അവതരിപ്പിക്കപ്പെട്ടില്ലയോ? അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട്, സഹോദരിമാരോട്, നമ്മുടെ ജീവിതത്തിന്റെ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും, ഏറ്റവും വലിയ പ്രതിസന്ധികളിലും പ്രയാസങ്ങളിലും ഏറ്റവും വലിയ ഖൈറേറെന്നറിയോ? ആ ഖൈറ് മറ്റൊന്നുമല്ല, ആ ഖൈറ് അലാ ബിദിക്രില്ലാഹി തത്മഇന്നുൽ ഖുലൂബ്. ഇതുകൊണ്ടാണ് ഹൃദയത്തിന് സമാധാനമുണ്ടാവുക. ആ സമാധാനം മാത്രമല്ല, അതുകൊണ്ടാണ് അല്ലാഹുവിന്റെ ഔലിയാക്കൾ പള്ളിക്കകത്ത് ദിക്റിലേക്ക് മുഴുകിയത്. അതവർക്ക് ആത്മീയ പട്ടത്തിന് വേണ്ടിയല്ല, അവരവരുടെ തസ്കിയത്തിന്റെ പാഠം പഠിച്ചതാ. ജദ്ദിദു ഈമാനകും വനവ്വിറു ഖുലൂബകും ബിഖൗലി ലാ ഇലാഹ ഇല്ലല്ലാഹ്. ദിക്റിലേക്ക് മുടങ്ങണം. ആ ദിക്ർ ചെല്ലുമ്പോഴാണ് ഖദ് അഫ്ലഹ മൻ തസക്കാ വദക്കറ സ്മ റബ്ബിഹി ഫസല്ല. പടച്ചവനെ അല്ലാഹുവേ, ഈ വിനീതന്റെ പ്രഭാഷണത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്ന സാസ്ക്രിയേഷൻ നീ ആ സഹോദരങ്ങളെ കാക്കണേ അല്ലാഹ്, കാക്കണേ അല്ലാഹ്.